ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 2 കൊല്ലത്തിന് ശേഷം നാട്ടിലേക്ക് തിരികുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് പോക്കുന്നുള്ളതൊരു സ്വപ്നമാണ്. 2 കൊല്ലത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ പോക്കിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ കൂടെ ഞാനും വൈഫും ഞങ്ങളുടെ കൂടെ ഒരു സ്പെഷ്യൽ അതിഥിയും കൂടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ബേബി ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെ മണ്ണിലേക്ക് കാല് കുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബേബിയുടെ ആദ്യത്തെ പോക്കാണ് കേരളത്തിലോട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഞാനും വൈഫും ബേബിയും കൂടെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ വരുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. വൈഫിനുള്ള ബോർഡിംഗ് പാസ് കൊടുത്തു. അങ്ങനെ വൈഫ് ബോർഡിംഗ് പാസ്സൊക്കെ നോക്കിയെടുത്ത് ഇനി അടുത്തായിട്ട് നമ്മുടെ കുഞ്ഞതിഥി, നമ്മുടെ കുഞ്ഞു ബേബി, അങ്ങനെ ബേബിക്ക് വേണ്ടി ബോർഡിംഗ് പാസ് കൊടുക്കുകയാണ്. ബേബി മേടിക്കുമല്ലെന്നും നമുക്കറിയത്തില്ല, എങ്കിലും നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയുള്ള കണ്ടൻറ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബോർഡിംഗ് പാസ് കൊടുത്തു നോക്കാം. നമുക്ക് എടുക്കുമല്ലെന്നൊന്നും അറിയില്ല. 2-3 വട്ടം ഞാൻ ശ്രമിക്കും, പക്ഷേ മേടിക്കുമെന്നുള്ളത് ഒരു ഐഡിയയും ഇല്ല. 3-4 വട്ടം ഞാൻ കൊടുത്തു നോക്കി, പക്ഷേ ഒന്നും നടക്കുന്നില്ല. വീണ്ടും ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ആളെ മേടിക്കാൻ കൂട്ടാക്കുന്നില്ല. ആൾക്ക് ഇങ്ങനെ ഇഴഞ്ഞ് നടക്കണം. അതാണ് ഈ എയർപോർട്ടിൽ വന്ന് എല്ലാവരെയും കണ്ടപ്പോൾ സന്തോഷവും തറയിലോട്ടാക്കിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഈ കിടക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ്, നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. ഇത് സൗദി എയർലൈൻസ്. നമ്മൾ റിയാദിൽ നിന്ന് നേരെ കൊച്ചിയിലോട്ടാണ് യാത്ര. ഏതാണ്ട് ഒരു 4-4.5 മണിക്കൂർ യാത്രയുണ്ട്. അവിടുന്നുണ്ട് 4-4.5 മണിക്കൂർ നേരെ വീട്ടിലേക്കുള്ള യാത്ര. അപ്പം വീട്ടിൽ പോകുന്ന എൻട്രി എന്ന് വെച്ചാൽ ഒരു സർപ്രൈസാണ്. നമ്മുടെ കുട്ടി ആരും കണ്ടിട്ടില്ല. കുട്ടി എല്ലാവരും കാണാനും വേണ്ടിയുള്ള യാത്രയാണ്. ഇതാണ് അവിടുത്തെ പുറമേ ഉള്ള കാഴ്ചകളും മറ്റും. അതിമനോഹരമായ കാഴ്ചയാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ അകത്തോട്ട് എൻട്രി ആവുകയാണ്. ആ കിടക്കുന്ന ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ വൈഫ് വരുന്നുണ്ട് ബാക്കിൽ നിന്ന്. അപ്പോൾ നമ്മൾ പതുക്കെ അകത്തോട്ട് പോവുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ സീറ്റ്. നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കുട്ടി എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൈഡ് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. വൈഫിനെ അപ്പുറത്താക്കിയിട്ട് ഞാൻ വിൻഡോ സീറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. വിൻഡോ സീറ്റിലെടുക്കുമ്പോൾ വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ടുള്ള കാഴ്ചകളും മറ്റും ഇതൊക്കെയാണ്. നമുക്ക് ഈ ഫ്ലൈറ്റിൻ്റെ ചിറക് സൈഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുട്ടി വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ചിരിയും കളിയും കുറച്ച് വാശിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇതാണ് അകത്തു നിന്നുള്ള വ്യൂവും കാര്യങ്ങളും മറ്റും. ചെറിയൊരു നിർബന്ധമുണ്ട് കുട്ടിക്ക്. അങ്ങനെ നമ്മൾ പുറത്തോട്ടുള്ള കാഴ്ചകളും മറ്റുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഇതാണ് പുറമേയുള്ള കാഴ്ച. ഫ്ലൈറ്റ് ഇവിടുന്ന് പൊങ്ങാൻ പോവുകയാണ്. ഫ്ലൈറ്റ് പൊങ്ങുന്നു ഗൈസ്. ഈ ഒരു എൻട്രി, ഈ ഒരു വ്യൂ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. നോക്കൂ ഗൈസ്, നോക്കൂ, അടിപൊളി ഒരു വ്യൂ ആണ് ഈ കാണുന്ന വ്യൂ. ഈ കാണുന്നതെല്ലാം താഴെ ഫുള്ള് റിയാദിൻ്റെ ഏരിയകളാണ്. എയർപോർട്ടും മറ്റും കാര്യങ്ങളും എല്ലാം ആണ്. എന്തായാലും മുകളിൽ നിന്ന് കാണുമ്പോൾ അതിമനോഹരമായ വ്യൂ തന്നെയാണ് ഗൈസ് ഈ കാണുന്നത്. സെറ്റ് പൊളി വൈബാണിത്, അടിപൊളി. വീട്ടിൽ വന്നപ്പോൾ എൻട്രിയും കാര്യങ്ങളൊക്കെ ഇതാണ്. ബലൂണും എന്തൊക്കെയോ ചാവറൊക്കെ വാരി റൂമിലൊക്കെ കെട്ടിത്തൂക്കി നമ്മളെ വരവേറ്റു. നമ്മളിതാ ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്തു. കുട്ടിക്കൊക്കെ കേക്ക് കൊടുത്തു. കുട്ടി അത് കേക്കൊക്കെ കഴിച്ചു. കൂട്ടത്തിൽ എനിക്കും കൂടെ ഒരു ചെറിയൊരു പീസ് കിട്ടി. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യുവാണ് ഗായ്സ്.